അങ്ങനെ നല്ലൊരു ഉറക്കവും കഴിഞ്ഞ് ഞങ്ങളൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് റെഡിയായി നേരെ കൽപ്പാത്തിയിലേക്ക് പോവുകയാണ്. ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ക്രൗഡായിരുന്നു കേട്ടോ. ഒരു വിധത്തിൽ തിക്കിയും തിരക്കിയൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കൽപ്പാത്തിയിലെ അഗ്രഹാര തെരുവുകളൊക്കെ രഥോത്സവത്തിൻ്റെ ആഘോഷത്തിൽ അങ്ങനെ മതിമറന്ന് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് ചെല്ലുന്നത് നേരെ തേരിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അവിടെ നിന്നും കുറച്ച് മുന്നോട്ട് നടന്ന് ഞങ്ങളൊരു സൈഡിലേക്ക് മാറി നിന്നു. ചടങ്ങുകളൊക്കെ ഒന്ന് കാണണമല്ലോ. രഥങ്ങളെല്ലാം ഒന്നിച്ച് സംഗമിക്കുന്ന ഒരു മഹത്തായ കാഴ്ചയാണ് കൽപ്പാത്തി രഥോത്സവം. മായപുരം എന്ന തഞ്ചാവൂരിലുള്ള ഒരു ഗ്രാമത്തിൽ നിന്നും കുടിയേറി വന്ന തമിഴ് ബ്രാഹ്മണരാണ് കൽപ്പാത്തി രഥോത്സവം നടത്തുന്നത്. അവിടേക്കാണ് കേട്ടോ ഞാൻ ഉൾപ്പെടെയുള്ള ഈ ജനത മുഴുവൻ ഈ ഒരു മഹത്തായ കാഴ്ച കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ദേവഗണങ്ങളെ വഹിച്ചുകൊണ്ടുള്ള 5 തേരുകൾ കൽപ്പാത്തിയിലെ തേരുമുട്ടിയിലേക്ക് വന്നെത്തുന്ന കാഴ്ചയാണ് കേട്ടോ ഇത്. തേര് തള്ളി നീക്കുന്ന ആനയുടെ തൊട്ട് പുറകിൽ നിന്നിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയിരുന്നു. കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങൾക്ക് മുന്നിലൂടെ ഈ തേര് വലിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ തേരുകളെല്ലാം സംഗമിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളവിടെ കുറേ സമയം ചെലവഴിച്ചു. അപ്പോഴും ആളുകളൊക്കെ ഒഴുകി എത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഒരു വിധത്തിലാണ് ഈ വീഡിയോ എടുത്തത് തന്നെ. അങ്ങനെ കൽപ്പാത്തി രഥോത്സവം കാണാൻ പറ്റി എന്ന സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും കൽപ്പാത്തി രഥോത്സവം വന്ന് കാണുക. അതൊരു സംഭവം തന്നെയാണ് കേട്ടോ. അങ്ങനെ കൽപ്പാത്തി കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് കൊച്ചിക്ക് പോകുന്നു കേട്ടോ. തിരിച്ചു പോകുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല, കാരണം ഞങ്ങൾ എല്ലാവരും നന്നായി ക്ഷീണിച്ചിരുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.